നമസ്കാരം. ഞാൻ രോഹിണി. കലാ, കായിക, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ട്. അവരിൽ കുറച്ചു പേരെയെങ്കിലും നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് വെട്ടിക്കവല ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ശ്രീമതി സൂസൻ തങ്കച്ചനെ കാണാനാണ്. ഈ സ്ഥാനാർത്ഥിയെ പറ്റി പറയുകയാണെങ്കിൽ പൊതുപ്രവർത്തന രംഗത്ത് ഇന്നും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഏതൊരു പാതിരാത്രിക്കും നമ്മൾ ഓടിച്ചെന്ന് ഒരു ബുദ്ധിമുട്ട് പറയുകയാണെങ്കിൽ, ഒരു ആവശ്യം പറയുകയാണെങ്കിൽ രാവോ പകലോ ഒന്നും നോക്കാതെ ഓടി നമ്മളോട് കൂടെ വരുന്ന ഒരു ജനഹൃദയങ്ങൾ കീഴടക്കിയ ഒരു സ്ഥാനാർത്ഥി എന്നുകൂടി വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാൻ ഏതായാലും കൂടുതലൊന്നും വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് നേരിട്ട് ആ സ്ഥാനാർത്ഥിയെ തന്നെ കാണാം. വാ എൻ്റെ കൂടെ. കൊടി പിടിച്ചു പേരി മുഴക്കാം, കാഹളം മാറ്റൊലിക്കും ജാഥ നയിക്കാം, പിടിനാദമായി രമ്പിടും വീതി തെളിക്കാം. നമസ്കാരം. ഞാൻ സൂസൻ തങ്കച്ചൻ. ഈ ഡിസംബർ 9-ാം തീയതി വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഞാൻ വെട്ടിക്കവല ഡിവിഷനിൽ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുകയാണ്. ആദ്യം തന്നെ ഞാൻ നിങ്ങളോടെല്ലാവരോടും എൻ്റെ തെരഞ്ഞെടുപ്പിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അഭ്യർത്ഥന നടത്തുകയാണ്. നിങ്ങളെല്ലാവരും എനിക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് തന്നെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുകയാണ്. 2015-20 കാലഘട്ടത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി കിഴക്കേത്തെരുവ് ഡിവിഷനെ പ്രതിനിധീകരിച്ച് പ്രവർത്തിച്ചിരുന്നു. അതോടൊപ്പം സാംസ്കാരികവും സാമൂഹികമായ പ്രവർത്തനങ്ങളിൽ സജ്ജമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. എൻ്റെ ലക്ഷ്യം നാടിന്റെ വികസനം എന്നതാണ്. അതോടൊപ്പം ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്നപ്പോൾ തുടർന്നുകൊണ്ടിരുന്ന അതേ രീതിയിലുള്ള വികസനം നാനാഭാഗങ്ങളിൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴും നിങ്ങൾക്കൊപ്പം നിങ്ങളിൽ ഒരാളായി നിന്ന് പ്രവർത്തിക്കാനാണ് എനിക്ക് ആഗ്രഹം. പടനയിച്ചൊരോർമ്മകൾ നിണമണിഞ്ഞ പാതയിൽ വരികയാ, പുതിയ പുലരി പൂത്തുണരും ആകാശം, സമരപുളക ചരിത ഭരിത ആവേശം, കുടിച്ച നെഞ്ചം തീ പടർത്തും കുളിച്ചുപായും ആകാശം. നാട് നന്നാവാ, നാട് നന്നാവാ, നെഞ്ചിടിപ്പിൽ കൂടെ നിന്ന കൂട്ടരെ, കൈപിടിച്ച് കൊടി പിടിച്ച് കൂടെ വന്ന കൂട്ടരെ, ചങ്കിടിപ്പിൽ നെഞ്ചിടിപ്പിൽ കൂടെ നിന്ന കൂട്ടരെ, കൈപിടിച്ച് കൊടി പിടിച്ച് കൂടെ വന്ന കൂട്ടരെ, മോചനത്തിൻ ആരവങ്ങളായി നാം നാട് നന്നാവാ, നാട് നന്നാവാ.
ഞാൻ അനു വർഗീസ്, നിലവിലെ വെട്ടിക്കോല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കിഴക്കേത്തൂർ ഡിവിഷൻ മെമ്പറാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെ സ്ഥാനാർത്ഥി സൂസൻ തങ്കച്ചന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് മുമ്പ് വെട്ടിക്കോല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കിഴക്കേത്തൂർ ഡിവിഷൻ്റെ മെമ്പറായിരുന്നു സൂസൻ തങ്കച്ചൻ. സൂസൻ തങ്കച്ചൻ ചെയ്തു വെച്ച വികസനത്തിൻ്റെ പാത പിന്തുടരുകയാണ് മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓരോ കാലഘട്ടത്തിലും ഉണ്ടാകുന്ന വികസനത്തിനനുസരിച്ചുള്ള മാറ്റമാണ് നമ്മുടെ നാടിൻ്റെ പുരോഗതിയിലേക്ക് കൊണ്ടുവരുന്നത്. അന്നേരം നമുക്ക് നാടിൻ്റെ നന്മയും നാടിൻ്റെ വികസനവുമാണ് എല്ലാ കാലവും ജനാധിപത്യത്തിൻ്റെ ഏറ്റവും സുന്ദരമായ മുഹൂർത്തം എന്ന് പറയുന്നത്. ജനാധിപത്യത്തിൽ ഏറ്റവും നല്ല കാലം ഏതാണെന്ന് ചോദിച്ചാൽ നാടിന് വികസനം ഉണ്ടാകുന്ന ഒരു സമൂഹത്തിന് വികസനം ഉണ്ടാകുന്ന ഒരു കാഴ്ചപ്പാടുള്ള ഒരു ജനപ്രതിനിധി പ്രവർത്തിക്കുന്ന സമയത്താണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. എനിക്ക് ഏറ്റവും വലിയ പിൻബലമായിരുന്നത് സൂസൻ തങ്കച്ചൻ എന്ന് പറയുന്ന ഇന്ന് നിങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആളാണ്. സൂസൻ തങ്കച്ചൻ ചെയ്തു വെച്ച ഒരു വികസനത്തിൻ്റെ പിന്തുടർച്ചക്കാരനായിട്ട് വന്ന് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വികസനങ്ങൾ ചെയ്തിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരെ നിങ്ങളെല്ലാവരും നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ ബ്രിജേഷ് എബ്രഹാം ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നപ്പോൾ ചെയ്ത വികസനത്തിൻ്റെ തുടർച്ച നമ്മുടെ ജില്ലാ ഡിവിഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സൂസൻ തങ്കച്ചനെ കൈപ്പത്തി ചിഹ്നത്തിൽ നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായ അമ്മണങ്കോട് ഏലാ റോഡ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റിൻ്റെ 75% പണി പൂർത്തിയായിരിക്കുകയാണ്. അത് എത്രയും വേഗം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ എനിക്കത് പൂർത്തീകരിക്കാൻ സാധിക്കും. അതാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു ദൗത്യം എന്ന് പറയുന്നത്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം എനിക്കുണ്ടെങ്കിൽ മാത്രമേ തീരുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് നൽകി എന്നെ വിജയിപ്പിക്കണം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് കോൺഗ്രസ്. പോർക്കളം മാറ്റി മറിക്കാം, പോരടിച്ച് കൊടി പിടിച്ച് പേരി മുഴക്കാം.